ആദ്യം തൂക്കിക്കൊല്ലേണ്ടത് ഇവനെ പോലെയുള്ളവരെയാണെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. 5 പേരെ കൊന്ന പാവം പയ്യനെ കുറിച്ച് അറിയാതൊന്നും പറയാതെയെന്ന്. കാരണം നമുക്കറിയില്ലല്ലോ, ഇത്രയധികം ആളുകളെ കൊന്നിട്ട് അവൻ എന്താ പറയാനുള്ളതെന്ന് കാത്തിരിക്കുകയാണ് സ്നേഹനിധിയായ ഈ ചേട്ടൻ. കയ്യബദ്ധം, പെട്ടെന്നുണ്ടായ ദേഷ്യം, ഒരു മരണം സംഭവിച്ചേക്കാം, ന്യായീകരിച്ചേക്കാം, ഒരു പക്ഷെ മാപ്പ് അർഹിച്ചേക്കാം. ഇവനെ പോലെയുള്ള ക്രിമിനലുകൾക്ക് ബോധം തെളിഞ്ഞ് അവൻ്റെ മൊഴിയെടുത്ത് കേസ് രജിസ്റ്റർ ചെയ്യാൻ കാത്തിരിക്കാതെ ആശുപത്രി കിടക്കയിൽ വെച്ച് തന്നെ കഴുത്ത് നെരിച്ചു കൊല്ലണം. ലഹരിയോ സിനിമയോ എന്ത് കാരണം കണ്ടെത്തിയാലും ഇനിയും കൊല്ലാൻ തുനിയുന്നതിന് മുമ്പ് മറ്റുള്ളവർക്ക് ഇവനൊരു പാഠമാവണം. ശത്രുവെന്നോ മിത്രമെന്നോ മാതാവെന്നോ പിതാവെന്നോ പോയിട്ട് കൊല്ലുന്നത് എന്തിനാണെന്നോ കൊല്ലപ്പെടുന്നത് എന്തിനാണെന്നോ അറിയാത്ത കൊലപാതകങ്ങളുടെ പരമ്പര തീർക്കുന്ന യുവത്വം ലഹരിയുടെ മൂർധന്യാവസ്ഥയിൽ തന്നെയാണ്. ഇതിനൊന്നും ലഹരിയല്ലാത്ത ഒരു കാരണവും കണ്ടെത്തേണ്ടതില്ല. ഇന്നലെ വരെ മാനസിക വിഭ്രാന്തിയിൽ ചങ്ങലക്കിട്ട് കിടന്നവനാണോ അവൻ? 1000 കാരണങ്ങൾ നിരത്തിയാലും അവനെയൊന്നും പൊതുമധ്യത്തിൽ തൂക്കിക്കൊല്ലാതെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് മാതൃകയാവാൻ പറ്റുമോ? കൊല്ലപ്പെട്ടവരെ ഓർത്ത് വിലപിച്ചിട്ട് എന്ത് കാര്യം? കൊന്നവനോട് ന്യായം തിരക്കിയിട്ട് എന്ത് കാര്യം? നിയമം ശക്തമാകാത്തപ്പോൾ നിയമപാലകർ ഉണ്ണാക്കന്മാരാകുമ്പോൾ ഇതെല്ലാം ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഇതിനെല്ലാം ഭരിക്കുന്ന പാർട്ടിയെ കുറ്റം പറയരുത്. പിണറായിക്ക് ഫോൺ വിളിച്ചിട്ടാണോ അവൻ കൊല്ലാൻ പോയത് എന്നൊക്കെ ചോദിക്കുന്ന പാർട്ടിക്ക് തലച്ചോറ് പണയം വെച്ച ഊളകളോട് പറയാനുള്ളത്, നെട്ടലില്ലാത്ത പാർട്ടിയിൽ നിന്നും കടക്ക് പുറത്ത്. എന്നിട്ട് ചിന്തിക്കുക, അപ്പോൾ ഉത്തരം കിട്ടും ഭരിക്കുന്ന പാർട്ടിയാണോ ഇതെല്ലാം നിയന്ത്രിക്കേണ്ടതെന്ന്. കൊറോണ സമയത്ത് മാസ്ക് ഇടിപ്പിക്കാൻ ഡ്രോൺ വെച്ച് സാഹസിക പ്രകടനങ്ങളൊക്കെ കാണിച്ച അഭ്യാസങ്ങളൊന്നും ഇവിടെ വില പോകാത്തത് എന്താ? ലഹരി മാഫിയകളുടെ വേരുകൾ തപ്പിയിറങ്ങിയ ചെന്നെത്തുന്ന അധികാരികളുടെ വീട്ടുമുറ്റത്ത് തന്നെ ആയിരിക്കും എന്നുള്ളതുകൊണ്ടല്ലേ? കേരളക്കര ഇത്രയധികം ലഹരി മാഫിയകളെ അയിഞ്ഞാടൻ കൂട്ടുനിന്ന മറ്റൊരു ഭരണം മുമ്പുണ്ടായിട്ടുണ്ടോ? എന്ത് വിശ്വസിച്ച് പുറത്തിറങ്ങും? എന്ത് സമാധാനിച്ച് വീട്ടിൽ കിടന്നുറങ്ങും? എത്ര കൊലപാതകങ്ങൾക്ക് കാരണം കണ്ടെത്തി, കേസെടുത്തു, പ്രതി മദ്യലഹരിയിലായിരുന്നു എന്ന്? ഭരണകർത്താക്കളുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു, ആർക്ക് പോയി? ഞങ്ങൾ വന്ന മദ്യം നിർത്തലാക്കുന്ന പരസ്യം കൊടുത്തിട്ട് ഭരണം വാങ്ങിയിട്ട് നിലവിലുണ്ടായിരുന്നതിനേക്കാൾ മദ്യം കൂടുതൽ വിളമ്പിയിട്ട് എത്ര ജീവൻ എടുത്തു? ആ മദ്യത്തിൻ്റെ ലഹരി പോരാതെ വന്നപ്പോഴല്ലേ കഞ്ചാവ് MDMA ഒക്കെ കുട്ടികളെ തേടി ഇറങ്ങിയത്. ഇനി ഒരിക്കൽ കൂടി ഈ പൊലയാടി മക്കളുടെ കയ്യിൽ ഭരണം കിട്ടിയ കഞ്ചാവ് MDMA ഒക്കെ ഇവർ ലീഗലാക്കും. ഇതും ആരോഗ്യത്തിന് ഹാനികരം എന്ന പരസ്യം ആദ്യമേ തന്നെ എഴുതി ഒട്ടിച്ചിട്ട് ഖജനാവ് നിറക്കും. കാക്കിയിട്ടവരുടെ കൂട്ടത്തിൽ നന്മ പറ്റിയിട്ടില്ലാത്ത ലഹരി മാഫിയകൾക്ക് മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കാത്ത ആൺകുട്ടികളുണ്ടെങ്കിൽ കേൾക്കണം. കൊന്നവരെ അത് എന്തിന്റെ പേരിലാണെങ്കിലും സ്പോട്ടിൽ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവും കാത്തോ പ്രതിക്ക് ബോധം തെളിഞ്ഞ് മൊഴിയെടുക്കാനോ നിൽക്കാതെ കൊല്ല്. ലഹരി ഉപയോഗിച്ച് കൊലപാതക പീഡന തെമ്മാടിത്തര താണ്ഡവമാടുന്ന 5 എണ്ണത്തിനെ കൊല്ല്. ഉരുട്ടി കൊല്ലാനും കെട്ടിത്തൂക്കാനുമുള്ള കാരണങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ആരെങ്കിലും പറഞ്ഞു തരേണ്ടതുണ്ടോ? ലഹരി ഉപയോഗിക്കുന്നവർ സ്വബോധമുള്ളപ്പോൾ കാണട്ടെ, അവർ പഠിക്കട്ടെ. ഇത് ഉപയോഗിച്ച് എൻ്റെ സ്വബോധം നഷ്ടപ്പെടുമ്പോൾ ഞാനും എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുക എന്ന് എനിക്കറിയില്ല എന്നുള്ളത്. കൂട്ടുകാരെയും കൂടെപ്പിറപ്പുകളെയും ഇല്ലായ്മ ചെയ്യുന്ന മൃഗമായി ഞാനും മാറും എന്നുള്ളത് അവർ തിരിച്ചറിയട്ടെ. അവർക്ക് ലഹരി എത്തിച്ചു കൊടുക്കുന്നവരെ വേരോടെ അറക്കാതെ ഈ നാട് നന്നാവില്ല. ചെയ്യുന്നുണ്ട്. അരുങ്കൊലക്കിടെ ബാറിലെത്തി അഫാൻ മദ്യപിച്ചെന്ന കാര്യം കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ഉമ്മയടക്കം 4 പേരെ തലക്കടിച്ച് വീഴ്ത്തിയ ശേഷമാണ് ബാറിൽ പോയത്. എന്നിട്ട് വീട്ടിലേക്ക് കരുതൽ ശേഖരമായി മദ്യം വാങ്ങി ഫർസാനെയും അനുജനെയും, ആ കുഞ്ഞനുജനെ കുഴിമന്തിയൊക്കെ വാങ്ങി കൊടുത്ത ശേഷം അനുജനെയും കൊലപ്പെടുത്തി. അതിനുശേഷം വീണ്ടും ആ മദ്യം കഴിക്കുകയും ചെയ്തു.